ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അങ്ങനെ ദിനംപ്രതിയുള്ള രമ്യ സമനില തെറ്റിയുള്ള പെരുമാറ്റം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് രുക്മിണി. അതേസമയമാണ് അംബിക രുക്മിണിയെ വിളിക്കുന്നതും രാജുവിനെ വീട്ടുകാരെയും ആ വീട്ടിൽ നിന്നും ഒഴിപ്പിച്ചു നോക്ക്, അപ്പോൾ നിന്റെ മകൾക്ക് പാതി സമാധാനത്തോളം കിട്ടുമെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന രുക്മിണി മറുത്തൊന്നും ചിന്തിക്കാതെ രാജുവിന്റെ വീട്ടിലേക്ക് ചെല്ലുകയും ഇപ്പോൾ തന്നെ വീടൊഴിഞ്ഞു തരണമെന്നും നിങ്ങളെപ്പോലെയുള്ള തെണ്ടികൾക്കായിരിക്കും ഇപ്പോൾ വീടും സ്ഥലവും ഒക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് കേട്ടത്. എവിടെയെങ്കിലും കൊണ്ടുപോയി അപേക്ഷ എന്തെങ്കിലും കൊടുക്ക്. എനിക്കെന്താണെങ്കിലും എൻ്റെ വീട്ടിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു തരണമെന്നും തീർത്ത് പറയുകയാണ് രുക്മിണി. ഇത് കേട്ട് ഒന്നും ചെയ്യാനാകാതെ എല്ലാവരും വിഷമത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നേരം പുലർച്ചെയാകുന്നതാണ്. എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലെങ്കിലും കയറി കിടക്കാനായി ഒരു കിടപ്പാടമില്ലെങ്കിലും സാധനങ്ങളെല്ലാം തന്നെ എടുത്തു വെച്ച് ഇറങ്ങാൻ തന്നെ തയ്യാറായി നിൽക്കുകയാണ് വേണുവും കുടുംബവും. പിന്നീട് കാണിക്കുന്നത് രുക്മിണി തൻ്റെ വീട്ടിൽ നിന്നും രാജുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. പോകുന്ന വഴി ഒരു പോലീസ് ജീപ്പ് കൊണ്ട് രുക്മിണിക്ക് വട്ടം നിർത്തുകയാണ്. അതിൽ നിന്നും ഇറങ്ങി വരുന്ന എസ് ഐയെ കണ്ടുകൊണ്ട് എന്താ മാഡം, എന്താ പ്രശ്നമെന്ന് രുക്മിണി ചോദിക്കുമ്പോൾ പാവപ്പെട്ട ഒരു വീട്ടുകാരോട് രാത്രി ചെന്ന് പ്രശ്നമുണ്ടാക്കിയെന്ന് അറിഞ്ഞല്ലോ എന്ന് എസ് ഐ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ലെന്നും ആരൊക്കെയോ കള്ളം പറഞ്ഞുണ്ടാക്കിയതാണെന്നും രുക്മിണി പറയുന്നു. അതേസമയം തന്നെ ഋതികയും എസ് ഐയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. നിന്റെ ബ്ലേഡ് പലിശയുടെയും കൊള്ളപ്പലിശയുടെയും കാര്യമൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാം. എല്ലാത്തിനും കൂടി ഒരു കേസിട്ട് നിന്നെ അങ്ങ് അകത്താക്കാനേ എനിക്ക് നിമിഷങ്ങളും വേണ്ട. എന്താ അത് ചെയ്യണോ, അതോ നീ എല്ലാവരോടും ഇനി മര്യാദയ്ക്ക് പെരുമാറിക്കോളുമോ എന്ന് എസ് ഐ ചോദിക്കുമ്പോൾ ഇനി ഒരിക്കലും രാജുവിനെ വീട്ടുകാരെയോ ദ്രോഹിക്കില്ലെന്നും അവര് അവിടെ തന്നെ താമസിച്ചോട്ടെ എന്നും പറയുകയാണ് രുക്മിണി. തുടർന്ന് രുക്മിണി നേരെ രാജുവിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവരെ കണ്ടയുടൻ തന്നെ എല്ലാവരും ഇറങ്ങാനൊരുങ്ങുമ്പോഴേക്കും ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോകരുതെന്നും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം. ഞാൻ പറഞ്ഞതെല്ലാം തെറ്റായിപ്പോയെന്ന് എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത്. അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രുക്മിണി അവിടെ നിന്ന് പോകുന്നു. ഇത് കാണുന്ന പ്രിയ പറയുകയാണ്, അല്ല ഇതെന്ത് മറിമായം, ഇന്നലെ രാത്രി വന്നപ്പോൾ ഇവര് ഇങ്ങനെയൊന്നുമല്ലല്ലോ സംസാരിച്ചിരുന്നത്. അതേസമയം സന്തോഷത്തോടെ ഋതിക അകത്തേക്ക് പോകുമ്പോൾ രാജുവും ഋതികയുടെ പിന്നാലെ തന്നെ ചെല്ലുകയാണ്. മേഡം എന്തെങ്കിലും ചെയ്തോ, മേഡം അവർക്ക് പണം വല്ലതും കൊടുത്തോ എന്ന് രാജു ചോദിക്കുമ്പോൾ ഈ വീട്ടുകാർക്കും വീടിനും എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് പരിഹരിക്കാൻ എന്റെയും കൂടി കടമയല്ലേ രാജു എന്ന് സന്തോഷത്തോടെ പറയുകയാണ് ഋതിക. ഇത് കേൾക്കുന്നത് രാജുവിനും സമാധാനമാകുന്നു. പിന്നീട് കാണിക്കുന്നത് തന്റെ പ്ലാൻ പാളിപ്പോയ ദേഷ്യത്തിൽ നിൽക്കുന്ന അംബികയാണ്. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.